والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഓരോ മുസ്ലിമിന്റെയും ബാധ്യത. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله والرسول فقد فاز فوزا عظيما بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين തമീശ്വരാണം പരമം മഹേശ്വരം താം ദേവദാനാം പരമം ജദൈവദം പദീം പദീനാ പരമം പരസ്താദ് വിദാമദേവം ഭുവനേശമേഡ്യം. വേദിയിൽ പ്രാർത്ഥനാ നിർഭരമായി തീരേണ്ടുന്ന ഒരു സമ്മേളന വേദിയിലാണ് ഞാനുള്ളത്. ക്ഷേത്രത്തിന്റെ ബൗണ്ടറിക്കുള്ളിൽ ആയിരക്കണക്കിന് മനുഷ്യർ പക്ഷേ ഈ സമ്മേളനത്തിന്റെ വ്യത്യസ്ത മത ദർശനങ്ങളിൽ വിശ്വസിക്കുന്നവരെ നിങ്ങൾ ഈ സമ്മേളനത്തിന്റെ ഓഡിറ്റോറിയത്തിൽ വന്ന് സാധൂതം ഇത് കേൾക്കണമെന്നാണ് തുടക്കത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശ്രീരാമനെ കാട്ടിൽ പറഞ്ഞയച്ച ഘട്ടത്തിൽ ലക്ഷ്മണന് കോപം വന്നു. ലക്ഷ്മണന് കോപം വന്നപ്പോ ശ്രീരാമൻ ഒന്നും പറഞ്ഞില്ല. ചിത്രകൂടത്തിൽ വന്നപ്പോ ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, വത്സാ സൗമിത്രേ കുമാര, നീ കേൾക്കണം മത്സരാതിമ്പടിഞ്ഞെന്നുടെ വാക്കുകൾ. അല്ലയോ സുമിത്രയുടെ പുത്ര, അല്ലയോ സുമിത്രയുടെ പുത്ര, കുന്തിപുത്ര, നീ നിന്റെ മത്സരം മാറ്റിവെച്ച് ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. ശ്രുമേ പരം വജ, അർജുന, ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ചു കേൾക്കണം. ഭഗവത്ഗീതയിലും പറഞ്ഞു, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, പത്തമേ ലിമയുഹ, നിങ്ങൾക്ക് ബോധനം നൽകുന്ന ദിവ്യ സൂക്തങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു സിനിമ കാണുന്ന പോലെയല്ല ഈ മതസൗഹാർദ്ദ സമ്മേളനത്തിൽ നിങ്ങൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു കല ആസ്വദിക്കുന്ന രൂപത്തിലല്ല, ഒരു സംഗീത കച്ചേരിയിലല്ല നിങ്ങൾ പങ്കെടുക്കുന്നത്. അറിവ് ആദാനപ്രധാനമായി തീരുന്ന മഹത്വമേറിയ ഒരു സദസ്സിലാണ് ദൈവാനുഗ്രഹത്താൽ നിങ്ങൾ ചെന്നു ചേർന്നിട്ടുള്ളത്. ചാരായ ഷാപ്പിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന അഭിനവ കേരളീയന്റെ പിക്ചറല്ല നിങ്ങൾക്കുള്ളത്. ആധ്യാത്മിക ജ്ഞാനം തേടി ദൈവസന്നിധാനത്ത് ജീവിതത്തെ സമർപ്പിച്ച ഭക്തന്റെ മനസ്സുമായിട്ടാണ് നിങ്ങൾ കൂടെ വന്നത്. അതുകൊണ്ട് ഈ സംഗമം നിസ്സാരമല്ല. ഞാനൊരു ഇസ്ലാമിക സമൂഹത്തിന്റെ മെമ്പറാണ്. അതുകൊണ്ട് തന്നെ എന്നെ ആയിരിക്കും നിങ്ങൾ ഒരുപക്ഷെ എല്ലാ മതവിഭാഗവും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്ന മതം ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണല്ലോ ഈ മതസമ്മേളനം നടക്കുന്നത്. ഈ സംഘാടനത്തോടും ഈ സംഘടനയോടും ഇത് സംഘടിപ്പിച്ചവരോടും അഗൈതവമായ നന്ദി പ്രകാശിപ്പിക്കുകയും, ഇതൊരു ഈശ്വര നിശ്ചയമാണ്. ദൈവം നിശ്ചയിച്ച് തീരുമാനിച്ചുറച്ചതിന്റെ ഭാഗമാണ് ഈ വർഷം ഈ സമ്മേളനത്തിൽ ഈ വിനീതൻ വരണം എന്നുള്ളത്. എനിക്ക് നിങ്ങളോട് തുടക്കത്തിൽ തന്നെ പറയാനുള്ളത്, ആർഷഭാരത സംസ്കാരത്തിന്റെ അന്തർധാരയായി രൂപപ്പെട്ട മഹത്വമേറിയ ഒരു പ്രാർത്ഥനയെ കുറിച്ചാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. വേദഗ്രന്ഥങ്ങളുടെ ആകത്തുകയായി
നമ്മുടെ ആന്തരികമായ ചോദനകളെ കൂടുതൽ ഉദ്ദീപിപ്പിക്കുന്ന മഹത്വപൂർണമായ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണത്? ഓം അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യുമാ അമൃതംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. വേദം പറയാം. എന്താ പറയുന്നത്? ഓം എന്ന് പറഞ്ഞാൽ, ഞാൻ സത്യം പറയാൻ മാത്രം പഠിച്ചിട്ടുള്ള ഒരു ഇസ്ലാമിക സംഘടനയുടെ പ്രവർത്തകനാണ്. സത്യമേ പറയൂ, അസത്യങ്ങളൊന്നും പറയില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതേ പറയൂ എന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നതുകൊണ്ട് എന്റെ വാക്കുകൾ സത്യമല്ല എന്നർത്ഥമില്ല. ഡോക്ടർ എഴുതുന്ന മരുന്ന് രോഗിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നതുകൊണ്ട് ഡോക്ടർ എഴുതിയ മരുന്ന് മോശമാണ് എന്നതിനർത്ഥമില്ല. അതുകൊണ്ട് ഈ ഓം എന്ന് പറഞ്ഞാൽ അതൊരു RSSന്റെ ചിഹ്നമാണ് എന്ന് ചെറുതെങ്കിലും തെറ്റിദ്ധരിച്ചു. അല്ല അല്ല. വിശ്വവിജ്ഞാന കോശം പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. സംസ്കൃത നിഘണ്ടു പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം എന്നാണ്. അഥവാ അല്ലാഹുവേ, ദൈവമേ, ഈശ്വര, യഹോവ, ഉടയതമ്പുരാൻ, ദീദീവികൻ, വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ എന്നൊക്കെ പറയുന്ന ആ ശക്തിസിദ്ധി ഉണ്ടല്ലോ, ആ ശക്തിസിദ്ധി. അഥവാ ചുരുക്കി പറഞ്ഞാൽ ഇതാണ്, അതൊരു പഞ്ചായത്തിന്റെ ദൈവത്തെ കുറിച്ചല്ല, ഒരു ഗ്രാമത്തിന്റെയോ ഒരു രാജ്യത്തിന്റെയോ ഒരു ജനപദത്തിന്റെയോ ഒരു ഭാഷാ സംസ്കാരത്തിന്റെയോ ദൈവത്തെ പറയുന്ന വാക്കല്ല. പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം. ഈ വിശ്വമഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഹിരണ്യഗർഭ എന്നെ നീ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് എത്തിക്കണമേ. അല്ലെ? അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്. അപ്പൊ നമ്മളൊക്കെ അസത്യത്തിലാണോ പരിശോധിക്കണം. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് എത്തിക്കണമേ എന്നാണ് പ്രാർത്ഥന. പിന്നെയോ തമസോമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ജ്ഞാനത്തിലേക്ക് മനുഷ്യരെ നയിക്കുക. ശ്രീ ശങ്കരാചാര്യർ വന്നത് അതിനാണ്. വെളിച്ചത്തിലെ ഇരുട്ട് മാറി വെളിച്ചത്തിലെ, വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാനെന്ന് നടിക്കുന്നു ചിലർ എന്ന് പൂന്താനം പറഞ്ഞ അതുകൊണ്ടാണ്. എന്താ വിദ്യ? എന്താണ് ജ്ഞാനം? ആ ജ്ഞാനത്തിലെ ഏറ്റവും ശ്രേയസ്കരമായ കാര്യം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള യാത്രയാണ്. പിന്നെയോ നശ്വരമാണ് ഈ ജീവിതം. ഞാനും നിങ്ങളും ഇന്നില്ലെങ്കിൽ നാളെ മരിച്ചുപോകും. ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും മതനിഷേധിക്കും ഒക്കെ ഉറപ്പുള്ളൊരു കാര്യമാണ് മരിക്കുന്നുള്ളത്. മരണത്തിന് ശേഷമോ നമുക്കൊക്കെ അഭിപ്രായ ഭിന്നതയുണ്ട്. VR കൃഷ്ണ അയ്യർ മരണത്തിന് ശേഷം ജീവിതമുണ്ട് എന്ന് പുസ്തകം എഴുതിയാണ്. അതുപോലെ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സമ്മാനം എന്ന് വിളിച്ച ഇമ്മാനുവൽ കന്റ് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെങ്കിൽ, വേദങ്ങൾ പറയുന്ന മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെങ്കിൽ ആ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് ആരവതരിപ്പിക്കണം? ദൈവം അവതരിപ്പിക്കണം. ആരാ ദൈവം? ആരാ ദൈവം? കൊച്ചിറയിലെ ദൈവമാണോ? ഗുരുവായൂരിലെ ദൈവമാണോ? ഉള്ളാളത്തെയും ഭീമാ പള്ളിയിലെയും അതുപോലെ ശബരിമലയിലെയും അങ്ങനെ പ്രാദേശിക തലത്തിലെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികളുടെ ദൈവമാണോ? അല്ല. ഞാൻ ആ ദൈവത്തെ പരിചയപ്പെടുത്തുന്നില്ല. സാക്ഷാൽ മനുഷ്യരുടെ ദൈവം, കൃമികീടങ്ങളുടെ ദൈവം, ലോകത്തിലെ സർവചരാചരങ്ങളെയും അടക്കി ഭരിക്കുന്ന അതീശാധികാരിയായ ഈ മഹാപ്രപഞ്ചത്തിന്റെ ശക്തിസിദ്ധി അതാരാ? നമ്മളെയൊക്കെ സൃഷ്ടിച്ചവൻ, നമുക്കൊക്കെ വായുവും വെള്ളവും നൽകിയ ആ കരുണാമയനായ ജഗതീശ്വരൻ. അവന് അറബിയിൽ അള്ളാഹു എന്ന് പറയും. അള്ളാഹു എന്ന് പറഞ്ഞ ഒരു പഞ്ചായത്തിന്റെ ദൈവമല്ല. അല്ല അല്ല. വിശുദ്ധ ഖുർആൻ നിങ്ങൾ പരിശോധിച്ചോളൂ. മലയാളത്തിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. വിശുദ്ധ ഖുർആനിന്റെ ഏത് വചനവും ആകാശത്തെയും ഭൂമിയെയും സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തെ കുറിച്ചാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. അതാണ് എന്നെ ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിച്ച അടിസ്ഥാനപരമായ ഘടകം. ആരെയും വേറിട്ട് കാണാൻ പഠിപ്പിച്ച ഒരു ദർശനത്തിന്റെ അനുയായി അല്ല ഞാൻ. മറിച്ച് എല്ലാവരെയും ഒന്നിച്ച് കാണാൻ നമുക്കിന്ന് സംഘടനമുണ്ട് നമ്മുടെ മനസ്സിൽ. ഇവിടെ വരുമ്പോൾ പോലും നമുക്ക് വേദനകളുണ്ട്. ജാതിയുടെ പേരിൽ നമ്മൾ ദുഃഖിച്ചിട്ടുണ്ട് അല്ലേ? ജാതിയുടെ പേരിൽ നമ്മൾ ഒരുപാട് കണ്ണുനീർ കുടിച്ചിട്ടുണ്ട് അല്ലേ? ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു തണ്ണീർ. കുമാരനാശാൻ പറയേണ്ടി വന്നതാ അല്ലേ? എന്തിനു ഭാരതരെ കരയുന്നു, സ്വാതന്ത്ര്യം നിനക്ക് വിധികൽപ്പിതമാണതായേ എന്ന് പാടിയ കുമാരനാശാനോട് സോദരർ തമ്മിലെ പോരൊരു പോരല്ല, സൗഹൃദത്തിന്റെ കലങ്ങിമറിയലാം എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജാതീയത നമുക്കൊരു പ്രശ്നമായി അല്ലെ? ചാതുർവർണ്ണ്യം മായാസിദ്ധം ഗുണകർമ്മ വിഭാഗത്തെ ശ്രീമദ് ഭഗവത്ഗീതയിൽ പിൽക്കാലത്ത് വന്നിട്ടുള്ള ഒരു ശ്ലോകമാണത്.